ആഹാ, അമ്മ വന്നോ? ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ. വേണ്ട. വേണ്ട വേണ്ട, കുഞ്ഞിനെ ഒന്നും തൊടണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന ഈ അമ്പലത്തിലെ പ്രസാദത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അമ്മ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ ലേഖേ. ഇവര് വന്ന് രണ്ട് വർത്തമാനം പറയുമ്പോഴേക്കും നമ്മൾ അതിൽ വീഴാൻ പാടില്ല മഹി. അങ്ങനെയാ നിങ്ങൾ രണ്ടാൾക്കും ഓരോരോ അബദ്ധങ്ങൾ പറ്റി. ഇനി അത് ആവർത്തിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ലക്ഷ്മിക്ക് മോൾക്കും വേണ്ടി കഴിപ്പിച്ച പ്രസാദമാ. ഇത് ഞാൻ ലക്ഷ്മിയുടെ നെറ്റിയിലെങ്കിലും ഒന്ന് തൊട്ടോട്ടെ. ഇനി കുറച്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കണം നെറ്റി പൊള്ളി അടരുന്നുണ്ടോന്ന്. ചന്ദനത്തിൽ ആസിഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും മഹി. എനിക്ക് പരാതിയൊന്നുമില്ല മോളെ. ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് കണ്ണനെ ജീവന് തുല്യം സ്നേഹിച്ചതാ. അതുകൊണ്ട് ദേ ജനിച്ച കുഞ്ഞിന്റെ മുഖവും കണ്ണന്റേത് പോലെ തന്നെയാ. മഹാലക്ഷ്മി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നും പറഞ്ഞ് പലരുടെയും പേര് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഏതായാലും വിശ്വാസമായല്ലോ മോള് കണ്ണേട്ടന്റെ കുഞ്ഞു തന്നെയാണെന്ന്. മോളെ, അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിക്കണം. തെറ്റ് ചെയ്തവര് പെട്ടെന്നത് മറക്കും. എന്നാ അതിന്റെ ഫലം അനുഭവിച്ചവരെ അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് എടുത്ത് കളയില്ല. അപ്പൊ ചെയ്ത കാര്യങ്ങൾ ഇടയ്ക്കെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണ്ടേ? അമ്മ ഇരിക്ക്. മോളെ, മോളിനി കുഞ്ഞിനെയും കൊണ്ട് എപ്പ തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയില്ല. എപ്പ തിരിച്ചു വന്നാലും ശരി, ഞാനിനി പഴയ അമ്മായിയമ്മ ആവില്ല മോളെ. അതിനി എന്നെ കൊണ്ട് പറ്റില്ല. ഇനി കണ്ണനും മോൾക്കും മോളുടെ കുഞ്ഞിനും കൊടുക്കുന്ന പ്രാധാന്യം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. നിങ്ങളൊക്കെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെയാണ് പോക്ക്. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വന്നാ നിങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കാം, നിങ്ങളുടെ കാലം കഴിയുന്നത് വരെ.